ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. നവംബർ 18 മുതൽ RRB ഗ്രൂപ്പ് ഡി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം എഫിഷ്യൻറ്റ് ബേസിൽ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് ജോബ് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു റിവിഷൻ സീരീസ് ലോഞ്ച് ചെയ്യുകയാണ്. ഈ ഒരു സീരീസിൽ എല്ലാ സബ്ജക്ട്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു സീരീസ് എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെഷനിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്ക് സെലക്ട് ചെയ്യും. ആൻഡ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും എന്ത് ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു സെഷൻസ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ആൻഡ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എക്കോണമിയുടെ സെഷനാണ്. ആൻഡ് ഈ ഒരു സെഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is one of the features of capital goods? ഇതിലേതാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഫീച്ചേഴ്സിൽ പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, they are used for immediate consumption. Option B, they are perishable in nature. Option C, they are used in the production of other goods. And option D, they cannot be reused after one use. ഇതിലേതാണ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, they are used for immediate consumption. Option B, they are perishable in nature. Option C, they are used in the production of other goods. And option D, they cannot be reused after one use. So the correct answer is they are used in the production of other goods. Option C ആണ് correct answer. They are used in the production of other goods. ഇനി എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ അസറ്റ്സ് ആയിട്ടുള്ള മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, ബിൽഡിങ്സ്, വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, ഈ ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ മെഷീൻസ്, അതുപോലെ തന്നെ ഫാക്ടറീസ്, ബിൽഡിങ്സ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ അസറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗുഡ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നതാണ് ഫിസിക്കൽ അസറ്റ്സ് ആയിട്ടുള്ള മെഷീൻസ്, ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, വെഹിക്കിൾസ്, മെഷീനറീസ്, ടൂൾസ് എക്സെട്ര. ആൻഡ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ ഗുഡ്സ്. സോ ക്യാപിറ്റൽ ഗുഡ്സ് ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് മറ്റ് ചില ഗുഡ്സും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഏതാണെന്ന് നോക്കി പോകാം. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ആണെന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്, സോ ഫസ്റ്റ് കാറ്റഗറി ഈസ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ, മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് എൻ കസ്റ്റമറിന് സെല്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന പ്രൊഡക്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ കാർ, ബ്രെഡ്, ഇങ്ങനെയുള്ള ഗുഡ്സ്. അതായത് ഈ ഒരു ഗുഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഓർ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ്? കസ്റ്റമറിന് സെല്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രൊഡക്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ്. കാറ്, ബ്രെഡ് എക്സെട്ര, അങ്ങനെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണെന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. So what do you mean by intermediate goods? So intermediate goods എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗുഡ്സ് മെയിൻലി പർച്ചേസ് ചെയ്യുന്നത് ബിസിനസ്സസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. ബിസിനസ്സസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ബിസിനസ്സസ് ഓർ പ്രൊഡ്യൂസേഴ്സ്, ബിസിനസ്സസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ എന്താണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ്സസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് മറ്റൊരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൈ ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ഒരു ബേക്കറിക്കാരൻ അല്ലെങ്കിൽ എന്താണ് ഒരു മില്ല്, ഒരു ഫ്ലോർ മിൽ ഓണർ ഫ്ലോർ മേക്ക് ചെയ്യാനായിട്ട്, മാവ് നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യും? വീറ്റ് പർച്ചേസ് ചെയ്യും.
സോ വീറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു മില്ലുകാരൻ എന്ത് ചെയ്യുന്നത്, ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു മില്ലുകാരൻ ഈ ഒരു വീറ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ വീറ്റ് എന്ന് പറയുന്നതാണ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. അതായത് മില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ബിസിനസ് എന്ത് ചെയ്യുന്നു, വീറ്റ് പർച്ചേസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്, ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വീറ്റ് എന്ന് പറയുന്നതാണ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, സ്റ്റീൽ. ഒരു കാർ മാനുഫാക്ചർ എന്ത് ചെയ്യുന്നു, സ്റ്റീൽ പർച്ചേസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റീൽ പർച്ചേസ് ചെയ്യുന്നത്, അയാൾക്ക് കാർ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ സ്റ്റീൽ പർച്ചേസ് ചെയ്യുന്നത്. സോ സ്റ്റീൽ എന്ന് പറയുന്നതാണ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ബിസിനസ്സസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് മറ്റൊരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു കാർ മാനുഫാക്ചറർ സ്റ്റീൽ പർച്ചേസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്, കാർ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ സ്റ്റീൽ എന്ന് പറയുന്നതാണ് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ഇനി അടുത്തൊരു കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണെന്ത്, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്? എന്താണ് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്? സോ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേര് പറയുന്നത് പോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്, കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ആൻഡ് ഇത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. ഇനി ഒരു ഗുഡിനെ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ് എന്ന് വിളിക്കണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ്, ഇത് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ് ആയിരിക്കണം. സോ ദിസ് ഗുഡ് ക്യാൻ ബി യൂസ് ഫോർ എ ലോങ്ങർ ടേം. സോ ലോങ്ങർ ടേമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ഗുഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ലോങ്ങർ ടൈമിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഈ ഒരു ഗുഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ജനറലി 3 years ഓർ മോർ, അതായത് മിനിമം 3 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗുഡ് ആയിരിക്കണം എന്ത്, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗുഡ് എന്ത് ചെയ്യാൻ പറ്റണം, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കണം. സോ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഗുഡ്സിനെ നമുക്ക് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യാൻ സാധിക്കണം, ഈ ഒരു ഗുഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇത് ഇൻഫ്രീക്വന്റ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് വളരെ റെയർ ആയിട്ട് മാത്രമേ അല്ലെങ്കിൽ വളരെ ലോങ്ങർ ഇന്റർവെൽസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇൻഫ്രീക്വന്റ് പർച്ചേസ് ആയിരിക്കണം. അതായത് എപ്പോഴും വാങ്ങാൻ പാടില്ല, വല്ലപ്പോഴും മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു ഗുഡ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ TV, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ. സോ TV, റെഫ്രിജറേറ്റർ, കാർ, മൊബൈൽ എക്സെട്ര. സോ ഇതെല്ലാം എന്താണ്, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. സോ ഇതൊക്കെ നോക്കുക, ഇതിന്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഇതെല്ലാം തന്നെ ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് മിനിമം 3 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗുഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂമേഴ്സ് ഇത് പർച്ചേസ് ചെയ്യുന്നില്ല, വല്ലപ്പോഴും മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെയാണ് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Next question. When the demand for a good increases with increase in income, the good is called dash. ഒരു ഗുഡിന്റെ ഡിമാൻഡ് so when the demand for a good increases with increase in income, then the good is called dash. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഒരു ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡിനെ വിളിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഫീരിയർ ഗുഡ്, ഓപ്ഷൻ ബി ഗിഫൺ ഗുഡ്, ഓപ്ഷൻ സി നോർമൽ ഗുഡ്, ഓപ്ഷൻ ഡി കോംപ്ലിമെന്ററി ഗുഡ്. ഒരു ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം, ദെൻ ആ ഗുഡിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നോർമൽ ഗുഡ്. സോ നോർമൽ ഗുഡ് എന്ന് പറയുമ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വസ്തുവിനെ വിളിക്കുന്ന പേരാണെന്ത്, നോർമൽ ഗുഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ആകെയുള്ള തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആകെയുള്ള ഇൻകം എന്ന് പറയുന്നത് 200 rupees ആണ്. സോ നിങ്ങളുടെ കയ്യിൽ 200 rupees മാത്രമേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓറഞ്ച് പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിക്കാം. സോ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഓറഞ്ച് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്.
ആൻഡ് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ ഓറഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് ₹60 per kg. 1 കിലോയ്ക്ക് 60 rupees ആണെന്ത് ഓറഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യും 3 കിലോ ഓറഞ്ച് ആയിരിക്കും പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ 200 rupees ഇൻകം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 60 rupees per kg ഉള്ള ഓറഞ്ച് എന്ത് ചെയ്യും നിങ്ങൾ 3 കിലോ പർച്ചേസ് ചെയ്യും. ഇനി സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യുന്നു, അതായത് നിങ്ങൾക്ക് കൂടുതൽ സാലറി കിട്ടുന്നു, നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യുന്നു ഒരു 500 rupees ആയിട്ട് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഇൻകം ഒരു 500 rupee ആയിട്ട് എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു, ഓറഞ്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് പെർ kg 60 rupees ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കിലോ ഓറഞ്ച് പർച്ചേസ് ചെയ്യും? അതായത് നിങ്ങളൊരു 6 to 7 kg വരെ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഓറഞ്ചസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരാളുടെ ഒരു കൺസ്യൂമറിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ then it is called as നോർമൽ ഗുഡ്സ്. ഇനി ഓപ്ഷൻസിൽ ബാക്കിയുള്ള ഗുഡ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫേസ്റ്റ് വൺ ആയിരുന്നു എന്ത് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫീരിയർ ഗുഡ്? സോ ഇൻഫീരിയർ ഗുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഇൻഫീരിയർ ഗുഡ്സ്. നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസ്യൂമേഴ്സിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഗുഡിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഗുഡിനെ വിളിക്കുന്ന പേരാണെന്ത് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 1000 rupees ആണ്. സോ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 1000 rupees ആണെന്ന് വിചാരിക്കാം. സോ നിങ്ങളുടെ ഇൻകം 1000 rupees ആണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് എന്താണ് പർച്ചേസ് ചെയ്യേണ്ടത്? ആട്ടയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് 1000 rupees മാത്രമാണ് ഇൻകം ആൻഡ് ഈ 1000 rupees യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യേണ്ടത്. സോ ഈ 1000 rupees ആയിട്ട് നിങ്ങൾ പല സാധനങ്ങൾ മേടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നെന്ന് വിചാരിക്കാം. ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ കൂട്ടത്തിനകത്ത് ആട്ടകുടി എന്ത് ചെയ്യാനുണ്ട് പർച്ചേസ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അതിനകത്ത് ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ് ആട്ടയാണ്. സോ 1000 rupees മാത്രമാണ് നിങ്ങളുടെ ഇൻകം ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും ബ്രാൻഡഡ് ആട്ടാസ് പർച്ചേസ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും ലൂസ് ആയിട്ടുള്ള ആട്ടയായിരിക്കും എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്നത്. ബിക്കോസ് ലൂസ് ആട്ടയ്ക്ക് എന്താണ് വില കുറവാണ്. സോ നിങ്ങളുടെ ഇൻകം 1000 rupees ആണ്. ഈ 1000 rupees വെച്ചിട്ടാണ് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സാധനം മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു, നിങ്ങളുടെ ഇൻകം കുറവായതുകൊണ്ട് എന്ത് ചെയ്യും നിങ്ങൾ ബ്രാൻഡഡ് ആട്ട പർച്ചേസ് ചെയ്യില്ല, പകരം ലൂസ് ആട്ടയായിരിക്കും എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം 10,000 rupees ആയിട്ട് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ആട്ട പർച്ചേസ് ചെയ്യുമ്പോൾ ബ്രാൻഡഡ് ആട്ട നോക്കിയായിരിക്കും എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ ലൂസ് ആട്ട എന്ത് ചെയ്യില്ല പർച്ചേസ് ചെയ്യില്ല. സോ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലൂസ് ആട്ടയുടെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നതാണ് എക്സ്പെൻസീവ് ഗുഡ്സിന്റെ ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ത് നമ്മുടെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഫീരിയർ ഗുഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 1000 rupees, നിങ്ങളുടെ ഇൻകം 1000 rupees ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഓട്ടോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ പോകുന്നത്. 1000 rupees ആണ് നിങ്ങളുടെ ഇൻകം. സോ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യും ഒരു ഓട്ടോ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 10,000 rupees ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു കാർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു ഇവിടെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. സോ നിങ്ങളുടെ ഇൻകം 1000 ആയിരുന്നപ്പോൾ നിങ്ങൾ ഓട്ടോ യൂസ് ചെയ്തു, പക്ഷേ 10,000 ആയപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ കുറച്ചും കൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡിലേക്ക് എന്ത് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു. സോ അപ്പോൾ ഈ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ് ആണെന്ത് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു ആസ് യുവർ ഇൻകം ഇൻക്രീസസ്. ഇനി അടുത്ത കാറ്റഗറി ആണെന്ത് ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഗിഫൻ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിഫൻ ഗുഡ്സും ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. ഒരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് തന്നെയാണെന്ത് ഈ ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത്. ഇനി ഗിഫൻ ഗുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗിഫൻ ഗുഡിന്റെ കേസിൽ ഗിഫൻ ഗുഡ്സ് ഈ ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഗിഫൻ ഗുഡ്സിന്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും ഗിഫൻ ഗുഡ്സിന്റെ പ്രൈസ് ഈ ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണെന്ത്? ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗിഫൻ ഗുഡ്സിന്റെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണെന്ത്? റൈസ്, ബ്രെഡ്, പൊട്ടറ്റോ, ഇതുപോലെയുള്ള സ്റ്റേപ്പിൾ ഫുഡ്സ്. സോ ഇതുപോലെയുള്ള സ്റ്റേപ്പിൾ ഫുഡ്സ് ആണെന്ത്? ഗിഫൻ ഗുഡ്സിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. റൈസ്, ബ്രെഡ്, പൊട്ടറ്റോ എക്സെട്ര. ഇനി ഗിഫൻ ഗുഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഇതൊരു ഇൻഫീരിയർ ഗുഡ് ആയിരിക്കും. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതിനെന്ത് കാണില്ല? നോ ഓർ ഫ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇതിന് വളരെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ കാണൂ. അതായത് റൈസിന് നമുക്ക് എന്തില്ല? പ്രത്യേകിച്ച് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. സോ റൈസ് വേണ്ടവർക്ക് റൈസ് എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. റൈസിനെക്കാളും വില കുറഞ്ഞൊരു ഓപ്ഷൻ എന്തല്ല? അവൈലബിൾ അല്ല. സോ നോ ഓർ ഫ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അറ്റ് ലോ കോസ്റ്റ്. അതാണെന്ത്? രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിന്റെ ബഡ്ജറ്റിന്റെ ഒരു ലാർജ് പോർഷനും ഇതായിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മിഡിൽ ഇൻകം എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു മിഡിൽ ഇൻകം അല്ലെങ്കിൽ ലോവർ ഇൻകം ഫാമിലി എടുക്കാം. സോ ഒരു ലോ ഇൻകം ഫാമിലി, അതായത് വരുമാനം വളരെ കുറവുള്ള ഒരു ഫാമിലി എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഒരു ഫാമിലിയിൽ മൊത്തം 5 മെമ്പേഴ്സ് ആണുള്ളത്. ആൻഡ് ഇവരുടെ ഒരു വരുമാനം വെച്ചിട്ട് ഇവർ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർക്ക് 5 പേർക്കും നല്ല രീതിയിൽ ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം? റൈസ് ആയിരിക്കണം കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ സൈഡ് ഡിഷ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവർ മീറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നത്. സോ ലോ ഇൻകം ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ആ ലോ ഇൻകം ഫാമിലിയിൽ അവർ 3 ഐറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്? നോർമലി മേടിക്കാറുള്ളത്. റൈസ് മേടിക്കും. ആൻഡ് റൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ കൂടുതൽ മേടിക്കുന്നത്. ബിക്കോസ് 5 പേർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? റൈസിന്റെ ആവശ്യമുണ്ട്. ആൻഡ് സൈഡ് ഡിഷ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് കറികളുടെ രൂപത്തിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ മീറ്റും വെജിറ്റബിൾസും പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് സപ്പോസ് റൈസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. പ്രൈസ് ഓഫ് റൈസിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. സോ റൈസിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റൈസ് മേടിക്കണമെങ്കിൽ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അവർക്ക് റൈസ് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഈ 5 പേരുടെയും വയറ് നിറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് റൈസ് മസ്റ്റ് ആണ്. സോ അവരെന്ത് ചെയ്യും? മീറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്ത് ചെയ്യും? അവർ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്രൈസ് കൂടിയാലും റൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ പോലും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗിഫൻ ഗുഡ്സ്. സ്റ്റേപ്പിൾ ഫുഡ്സ് ആയിട്ടുള്ള റൈസ്, ബ്രെഡ്, പൊട്ടറ്റോ ഇതൊക്കെയാണെന്ത്? ഗിഫൻ ഗുഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി അടുത്ത കാറ്റഗറി ആണെന്ത്? അടുത്ത ഓപ്ഷൻ ആണെന്ത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. സോ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് മറ്റൊരു ഗുഡിന്റെ കോമ്പിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ 2 ഗുഡ്സ് ഒരുമിച്ച് കൺസ്യൂം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഗുഡ്സിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇവിടെ 2 ഗുഡ്സ് ഉണ്ട്. സോ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഗുഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് 1 ഗുഡ് ഇൻക്രീസസ്. ഒരു ഗുഡിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡിമാൻഡ് ഓഫ് ദി സെക്കൻഡ് ഗുഡ് ഡിക്രീസസ്. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്? ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗുഡിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ആ ഗ്രൂപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, പെന്നും ഇങ്കും. പെൻ ആൻഡ് ഇങ്ക് ഇതിന്റെ രണ്ടിനെയും എക്സാമ്പിൾ എടുക്കാം. സോ പെൻ ആൻഡ് ഇങ്ക്, പെന്നും ഇങ്കും ഇതിന്റെ എക്സാമ്പിൾ എടുക്കാം. സോ ഇതിന്റെ എക്സാമ്പിൾ എടുക്കുന്നു. ആൻഡ് സേ ഫോർ എക്സാമ്പിൾ പ്രൈസ് ഓഫ് പെൻ ഇൻക്രീസസ്. പെന്നിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാന്ന് വിചാരിക്കാം. പെന്നിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പെന്നിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പെൻ വാങ്ങുന്നത് എന്ത് ചെയ്യും? കുറയ്ക്കും. സോ ആൾക്കാർ പെൻ വാങ്ങുന്നത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്കിന് യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്കിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗുഡിന്റെ പ്രൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഷൂ ആൻഡ് സോക്സ്. ഷൂവും അതുപോലെ തന്നെ സോക്സും. സോ സേ ഫോർ എക്സാമ്പിൾ പ്രൈസ് ഓഫ് ഷൂ ഇൻക്രീസസ്. ഷൂവിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. സോ പ്രൈസ് ഓഫ് ഷൂവിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു.
ഷൂവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഷൂ വാങ്ങുന്നത് എന്ത് ചെയ്യും? കുറയ്ക്കും. ആൾക്കാർ ഷൂ വാങ്ങിയില്ലെങ്കിൽ പിന്നെ അവിടെ സോക്സിന് യൂസ് ഉണ്ടോ? ഇല്ല. സോ അപ്പൊ എന്ത് സംഭവിക്കും? സോക്സിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. സോ ഡിമാൻഡ് ഓഫ് സോക്സ് ഡിക്രീസസ്. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗുഡിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദീസ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ആസ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ഇതേപോലെ കൂടുതൽ ടോപ്പിക്സിലുള്ള റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ RRB ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോഴ്സിന്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ കൂടെ ദിശ അക്കാഡമിയുടെ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സസിന്റെ കംപ്ലീറ്റ് ആക്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിൽ ഒരു വീക്കിലേക്കുള്ള ഷെഡ്യൂള് മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് അനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലാസ്സസിലുള്ള വീഡിയോസ് കാണുക. ആൻഡ് അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഉള്ള ഡെയിലി 2 ക്ലാസ്സസ് 1 hour ഡ്യൂറേഷൻ ഉള്ള 2 ക്ലാസ്സസ് ഡെയിലി ഉണ്ട്. ആ ക്ലാസ്സിൽ ആ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ കാണുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, PYQ സെഷൻസ് എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ല കൂടുതൽ ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇറ്റ്സ് 7012615062. 7012615062. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസും ആൻഡ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In economics, the slope of the demand curve is typically dash. Option A, curved moving from left to right. Option B, downward from left to right. Option C, upward from left to right. And option D, straight parallel to x-axis from left to right. So economics ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എങ്ങനെയുള്ളതാണ്? ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പിന്റെ ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് downward from left to right. So downward from left to right. ഇനി എന്താണ് ഡിമാൻഡ് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസ് y ആക്സിസിലും ക്വാണ്ടിറ്റി ഡിമാൻഡ് x ആക്സിസിലും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. എന്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ? ഒരു വസ്തുവിന്റെ പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും കാണിക്കുന്ന റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു വസ്തുവിന്റെ പ്രൈസും ആൻഡ് അതുപോലെ തന്നെ ആ ഒരു വസ്തുവിന്റെ ഡിമാൻഡഡ് ക്വാണ്ടിറ്റിയും കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ത്? ഈ ഒരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും എന്ത്? ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ് ആയിരിക്കും എന്ത്? ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് കർവ് എന്താണ് കാണിക്കുന്നത്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും കാണിക്കുന്നത്. സോ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻ ആണ്. സോ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇനി ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡിൽ നിന്നാണ്. ലോ ഓഫ് ഡിമാൻഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് പറയുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്നാണ് ലോ ഓഫ് സപ്ലൈ പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. സോ അതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. സോ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഈ ലോ ഓഫ് സപ്ലൈയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്തിരിക്കുന്നത്? ഈ ഒരു ഡിമാൻഡ് കർവിനകത്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു വസ്തുവിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആൻഡ് ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ് ആണ് ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഡിമാൻഡ് കർവിന്റെ ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ്? ഡിമാൻഡ് കർവ് എന്ത് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്? പ്രൈസും ഡിമാൻഡും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. എന്ത് ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ആൻഡ് ഒരു കാര്യം കൂടിയുണ്ട്.
ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് ആണ്. ഏതൊരു കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ഏതൊരു കർവ്, ഡിമാൻഡ് കർവ് തന്നെ എടുക്കണമെന്നില്ല, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ഏതൊരു കർവിന്റെ സ്ലോപ്പ് ചോദിച്ചാലും അതിന്റെ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് ആണ്. ഡിമാൻഡ് കർവും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആൻഡ് അതുകൊണ്ട് തന്നെ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a determinant of supply? സപ്ലൈയുടെ ഡിറ്റർമിനന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രൈസ് ഓഫ് ദ ഗുഡ്, ഓപ്ഷൻ ബി ടെക്നോളജി, ഓപ്ഷൻ സി വെദർ കണ്ടീഷൻസ്, ഓപ്ഷൻ ഡി കൺസ്യൂമർ ടേസ്റ്റ്. ഇതിലേതാണ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാത്ത ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൺസ്യൂമർ ടേസ്റ്റ് ആണ്. സോ എന്താണ് സപ്ലൈ? സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഗിവൺ പ്രൈസിൽ, ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഒരു സെല്ലർ ഒരു വസ്തുവിന്റെ എത്രമാത്രം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സപ്ലൈ. സോ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഒരു സെല്ലർ എത്രമാത്രം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്, അതിനുള്ള എബിലിറ്റി അയാൾക്കുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സപ്ലൈ എന്ന് പറയുന്നത്. ഇനി സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫേസ്റ്റ് വൺ ആണെന്ത്? പ്രൈസ് ഓഫ് ദ ഗുഡ് എന്ന് പറയുന്നത്. സോ ഒരു വസ്തുവിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചോക്ലേറ്റ് ഫാക്ടറി ഓണറാന്ന് വിചാരിക്കാം ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഫാക്ടറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 10 രൂപയുടെ ചോക്ലേറ്റ്സ് ആണ്, 10 റുപ്പി വാല്യൂ ഉള്ള ചോക്ലേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു 10 രൂപയുടെ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 5 രൂപയായിരിക്കും എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 10 രൂപയുടെ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 5 രൂപ എന്ത് ചെയ്യേണ്ടി വരും? സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 5 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നിങ്ങൾ നോർമൽ സിറ്റുവേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സപ്പോസ് മാർക്കറ്റിൽ, അതായത് നമ്മുടെ മാർക്കറ്റിൽ ചോക്ലേറ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. സോ ചോക്ലേറ്റിന്റെ പ്രൈസ് എന്തായി? 12 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഈ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിന് എന്തില്ല? വിലയ്ക്കകത്ത് വ്യത്യാസമില്ല. സോ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെലവാകുന്ന തുക എന്ത് തന്നെയാണ്? 5 രൂപ തന്നെയാണ്. പക്ഷേ ആ ഒരു ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 12 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാർക്കറ്റിൽ വിൽക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? 7 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ സെല്ല് ചെയ്യും. അതായത് സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ പ്രൈസ് ഓഫ് ദ ഗുഡ് എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ഒരു വസ്തുവിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു വസ്തുവിന് കൂടുതൽ വില കിട്ടുകയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യും. അതായത് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ആൻഡ് സപ്പോസ് ഈ വസ്തുവിന്റെ വില ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു വസ്തുവിന്റെ വില ഡിക്രീസ് ചെയ്യുകയാണ്, അതായത് ചോക്ലേറ്റിന്റെ വില 10-ൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു 6 രൂപയായിട്ട് ഡിക്രീസ് ചെയ്യുന്നു വിചാരിക്കാം. അതായത് പിന്നീട് നിങ്ങൾക്ക് 1 രൂപ മാത്രമേ എന്തുള്ളൂ? പ്രോഫിറ്റ് ഉള്ളൂ. സോ നിങ്ങൾക്ക് പ്രോഫിറ്റ് വളരെ കുറവാണ് ആൻഡ് ഇങ്ങനെ പ്രോഫിറ്റ് വളരെ കുറവുള്ള സമയത്ത് എന്ത് ചെയ്യില്ല? നിങ്ങൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യില്ല, വളരെ കുറച്ച് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. കാരണം നിങ്ങൾക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കുറയ്ക്കും, അപ്പൊ സപ്ലൈ കുറയും. സോ ഒരു വസ്തുവിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടെക്നോളജി. സോ നിങ്ങളിപ്പോൾ ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനകത്തേക്ക് പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് 2 ഇരട്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അതേ പ്രൈസിൽ അല്ലെങ്കിൽ അതേ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കും? 10 ചോക്ലേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ബിക്കോസ് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാം. സോ നല്ലൊരു ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷനെ എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും. അതേസമയം ടെക്നോളജി മോശമാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും, സപ്ലൈ അവിടെ റെഡ്യൂസ് ചെയ്യും. സോ സപ്ലൈയും എന്ത് ചെയ്യുന്നുണ്ട്? ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ് എടുത്താൽ, ഇപ്പൊ ഒരു ഫാമറിന്റെ കേസ് എടുക്കുക. സോ അയാൾ വിളവെടുക്കുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യുന്നു? വലിയൊരു മഴ വരുന്നു, വിളകളെല്ലാം നശിച്ചു പോയി. സോ അപ്പോൾ ആ ഒരു ഫാമറിന് എന്തില്ല? അയാൾക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാനായിട്ട്
യാതൊരു വിധത്തിലുള്ള ഔട്ട്പുട്ടും കാണില്ല. സോ അവിടെ സപ്ലൈ എന്ത് ചെയ്യപ്പെടും? അഫക്ട് ചെയ്യപ്പെടും. സോ വെതർ കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ അഫക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ കേസിൽ, അല്ലെങ്കിൽ എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ കേസിൽ വെതർ കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ അഫക്ട് ചെയ്യുന്നുണ്ട്. നല്ല വെതർ ആണെന്നുണ്ടെങ്കിൽ, അതായത് വിളവെടുപ്പിന്റെ സമയത്ത് നല്ല വെതർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല രീതിയിൽ വിളവെടുത്ത് നല്ല രീതിയിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേസമയം വിളവെടുപ്പിന് തൊട്ട് മുന്നേ വലിയൊരു മഴ വന്ന് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? സപ്ലൈ അഫക്ട് ചെയ്യപ്പെടും. ഇനി നാലാമത്തെ ഓപ്ഷൻ, അതായത് ഡിറ്റർമിനൻസിന്റെ സപ്ലൈയുടെ ഡിറ്റർമിനൻസ് അല്ലാത്ത ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നാലാമത്തെ ആയിരുന്നു എന്ത്? കൺസ്യൂമർ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമേഴ്സിന്റെ അഭിപ്രായം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ എന്താണ് ആ ഒരു ടേസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. ബിക്കോസ് സപ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യില്ല? നമ്മൾ സപ്ലൈ നോക്കില്ല. സോ കൺസ്യൂമറിന്റെ ടേസ്റ്റും പ്രിഫറൻസസും എന്ത് ചെയ്യാറില്ല? സപ്ലൈ അഫക്ട് ചെയ്യാറില്ല. Next question, dash is a price where the quantity the consumer purchases is equal to the quantity the producers supply. Dash is a price where the quantity the consumer purchases is equal to the quantity the producers supply. Option A, surplus price. Option B, equilibrium price. Option C, total price. Option D, product price. So correct answer എന്ന് പറയുന്നത് equilibrium price ആണ്. സോ ഏത് പ്രൈസിലാണ് ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പ്രൊഡ്യൂസർ സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് ഇക്വലന്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയം പ്രൈസിലാണ്. സോ ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. ഇനി എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അറൈസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം സിറ്റുവേഷനിലാണ്. ഇനി എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് കണ്ടീഷൻ ആണ്. അതായത് സപ്ലൈ ചെയ്യപ്പെടുന്ന, അതായത് ഒരു വസ്തുവിന്റെ സപ്ലൈ ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും ഒരു വസ്തുവിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയും ഈക്വൽ ആകുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ത്? സോ ഡിമാൻഡ് കർവും സപ്ലൈ കർവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് കർവ് ആൻഡ് സപ്ലൈ കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റ് കണ്ടീഷൻ ആണ്. എന്ത് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുഡിന്റെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി, അതായത് കസ്റ്റമേഴ്സ് എത്രമാത്രം ഡിമാൻഡ് ചെയ്യുന്നോ അത്രയും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതലുമില്ല കുറവുമില്ല. എത്രയാണോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് അത്രയും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? മാർക്കറ്റ് ഇക്വിലിബ്രിയം. ആൻഡ് ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ആൻഡ് ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള പ്രൈസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയം പ്രൈസ് ആണെന്ത്? ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണെന്ത്? ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയത്തിലാണ് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്നത്. ആൻഡ് ആ ഒരു സമയത്തുള്ള പ്രൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, അതായത് ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണെന്ത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ആ ഇക്വിലിബ്രിയം പോയിന്റിലുള്ള പ്രൈസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇതാണെന്ത്? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ആ സമയത്തുള്ള ക്വാണ്ടിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണെന്ത്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, EQ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണെന്ത്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. പുതിയ ടോപ്പിക്കുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.